എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും ഉത്സവത്തിൻ്റെ തിരക്കുകളിലൊക്കെ ആയിരിക്കുമെന്ന് തോന്നുന്നു. ഈ ഫെബ്രുവരി മാസം എന്ന് പറയുമ്പോൾ എല്ലാ നാട്ടിലും ഉത്സവങ്ങളുടെയൊക്കെ ഒരു സീസണാണല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഉത്സവമൊക്കെ കാണാനും പങ്കെടുക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ കൂടുതൽ പേരും. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലും അമ്പലങ്ങളും ഉത്സവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയം അതിൻ്റെ ഒരു തിരക്കിലാണ് എല്ലാവരും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലത്തിൽ ഉത്സവമായിരുന്നു. വീടിൻ്റെ അടുത്തുള്ള അമ്പലം എന്ന് പറയുമ്പോൾ അവിടെ കൃഷ്ണൻ, ശിവൻ അങ്ങനെയൊന്നുമല്ല കേട്ടോ പ്രതിഷ്ഠയുള്ളത്. ഞങ്ങളുടെ ഗ്രാമം എന്ന് പറയുമ്പം ഒരുപാട് മലകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഒരു മലയുടെ മുകളിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അമ്പലത്തിൽ ആരാധന എന്ന് പറയുന്നത് ഈ മലയെ തന്നെയാണ് അമ്പലത്തിൽ ആരാധിക്കുന്നത്. അവിടെ ഒരു ചെറിയൊരു പാറയുടെ മുകളിലൊരു ചെറിയൊരു അമ്പലമുണ്ട്. അവിടെ വിളക്ക് വയ്ക്കുകയും പൂജയും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മലയാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്, അവിടെ ആരാധിക്കുന്നത്. അതിൻ്റെ പേര് ശ്രീ മുണ്ടങ്കോട്ട് ഗിരിദേവർ ക്ഷേത്രം എന്നാണ്. അതൊരു ആധുനികമായ ഒരു പേര് പോലെ എല്ലാവർക്കും കേൾക്കുമ്പോൾ തോന്നുമെങ്കിലും ഞങ്ങൾ നാട്ടുകാർക്കൊക്കെ ഇത് പാറയിലെ അപ്പൂപ്പനാണ് കേട്ടോ. ഈ മലയെ തന്നെയാണ് ഈ അപ്പൂപ്പനായിട്ട് സങ്കല്പിച്ച് അവിടെ ആരാധിക്കുന്നത്. നേരത്തെയൊക്കെ എന്ന് പറയുമ്പം എല്ലാ നാട്ടിലും പ്രധാനപ്പെട്ട ഒരു ഉപജീവനവും തൊഴിലും കൃഷിയാണല്ലോ. അപ്പോൾ കൃഷിക്കാർ ഒക്കെ ഈ പ്രകൃതിയെ വണങ്ങി ആരാധിക്കുകയും ചെയ്യുന്ന രീതികളൊക്കെ കുറേ കാലം മുമ്പ് വരെ ധാരാളമായിട്ടുണ്ടായിരുന്നു. ഈ കൃഷിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ പ്രകൃതിയുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. കൃത്യസമയത്തുള്ള മഴ, വെയിൽ, അപ്പോൾ അതിന് പ്രകൃതിയുടെ ഒരു അനുഗ്രഹം കൂടെ വേണമല്ലോ. അപ്പോൾ മിക്കവാറും എല്ലാവരും ഈ കൃഷിയൊക്കെ തുടങ്ങുന്ന സമയത്ത്, വിളവെടുക്കുന്ന സമയത്തൊക്കെ പ്രകൃതിയെ ഓർക്കുകയും വണങ്ങുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒരുവിധം എല്ലാ ഗ്രാമങ്ങളിലും എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അങ്ങനെയുള്ളൊരു രീതികളൊക്കെ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലും നേരത്തെ ഈ വയലും നെൽകൃഷിയും ഒക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നൊരു ഗ്രാമമാണ്. ഇപ്പോൾ പഴയ പോലുള്ള കാർഷിക രീതിയും കൃഷിയും ഒന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് മുതൽ ഈ മലയിലെ ഈ അപ്പൂപ്പൻ ഗ്രാമത്തിൽ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ആൾക്കാർക്ക് ഉള്ളതാണ്. അപ്പോൾ ഞാനും ഓർക്കുന്നുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അപ്പച്ചൻ ഇതുപോലെ പാടത്തെ കൃഷി നോക്കാനും കൃഷിക്കാർ പണി ചെയ്ത് നോക്കാനൊക്കെ പോകുമ്പോൾ എന്നെയും വിരൽത്തുമ്പിൽ പിടിച്ച് കൊണ്ടുപോകുമായിരുന്നു ഇത് കാണിക്കാനൊക്കെ. ഒരു 10 ചുവട് നടക്കുമ്പോൾ ഒരു 5 പ്രാവശ്യം ഞാൻ വീഴുമെങ്കിലും എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അപ്പച്ചൻ്റെ കൂടെ ഇത് കാണാൻ പോകാൻ. ഈ കൊയ്ത്തൊക്കെ കാണാൻ നല്ല രസമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ. ഇത് അവരുടെ ആ ഒരു എന്താ പറയുക, ജോലി ചെയ്യുന്നത് ഇങ്ങനെ കാണാൻ, ഈ നെല്ലൊക്കെ ഇങ്ങനെ നെൽക്കതിരിങ്ങനെ വിടർന്ന് നിൽക്കുന്നതൊക്കെ കാണാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഞാനും ഇതുപോലെ അപ്പച്ചൻ്റെ കൂടെ പോയി ഇങ്ങനെ ഇരിക്കും. പാടത്തിൻ്റെ സൈഡിൽ അപ്പച്ചൻ നമ്മളെ മടിയിലൊക്കെ ഇരുത്തി ഇങ്ങനെ നോക്കിയിരിക്കും. കൃഷി ആൾക്കാർ ജോലി ചെയ്യുന്നത് അവർക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുണ്ട്. അപ്പോൾ വെയിലൊക്കെ ഉള്ളപ്പം നമ്മളെ വെയിൽ കൊള്ളാതെ കുടയൊക്കെ പിടിച്ച് അപ്പച്ചൻ ഇങ്ങനെ ഒരു കുടയായിട്ട് തന്നെ നമ്മളുടെ കൂടെ നിൽക്കും. അതൊക്കെ വളരെ മനോഹരമായ ഓർമ്മകളാണ് കുട്ടിക്കാലത്തെ പറ്റി. അപ്പോൾ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഈ കൊയ്ത്ത് തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു കറ്റ കൊയ്തെടുത്തിട്ട് ഈ കൃഷിക്കാർ, ഈ കൊയ്ത്തുകാരുണ്ട്, അവർ ഇത് ആദ്യത്തെ ആ ഒരു കറ്റ എടുത്തിട്ട് ഈ പാറയിലെ അപ്പൂപ്പന് എന്നുള്ള രീതിയിലത് വെച്ച് വണങ്ങിയിട്ടാണ് പിന്നാണ് അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ അത് അവരുടെ ഒരു വിശ്വാസം. അപ്പോൾ ഈ പാറയിലെ അപ്പൂപ്പൻ്റെ ഉത്സവമായിരുന്നു കഴിഞ്ഞ ദിവസം. എല്ലാ വർഷവും മകരമാസത്തിലാണ് ഇവിടെ ഈ ഉത്സവം നടക്കുന്നത്. അപ്പോൾ വെറുതെ ഉത്സവം കാണാനൊന്ന് പോകാനൊരു ആഗ്രഹം. ഉത്സവം കാണാനെന്ന് പറഞ്ഞാൽ രാത്രി പോയി പരിപാടികളൊന്നും കാണാനല്ല കേട്ടോ. ചുമ്മാ വൈകുന്നേരം പോയി ഈ വള, മാല, ബലൂൺ കടകളൊക്കെ ഒന്ന് കാണുക, എന്തെങ്കിലുമൊക്കെ ചുമ്മാ വാങ്ങിക്കുക, വെറുതെ എൻ്റെ ബെൻസിൽ ഒന്ന് ചുറ്റിക്കറങ്ങി ഉത്സവപ്പറമ്പൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്നൊരാഗ്രഹം. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി വന്നു. എന്നെയും എൻ്റെ വീൽ ചെയറിൻ്റെയും ഫുൾ ഉത്തരവാദിത്വം അവൾ ഏറ്റെടുത്തു. അപ്പോൾ അവളുടെ ഉത്തരവാദിത്വത്തിൽ എന്നെ വീട്ടിൽ നിന്ന് വിട്ട് ഞാനും അവളും കൂടി ഇങ്ങനെ ഉത്സവം കാണാൻ പോവാണ്. ഒന്ന് കറങ്ങാൻ പോയി വെറുതെ കടകളൊക്കെ ഒന്ന് കാണാമെന്ന് ഓർത്തു. അപ്പോൾ ദാ അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ ഒരു കട കണ്ടു. അവിടെ നിറയെ മാലകളും വളകളും തലയിൽ കുത്തുന്ന ക്ലിപ്പുകളും ചെറിയ ബൊമ്മകളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് അവിടോട്ട് നിന്നു. കട
ഇട്ടിരിക്കുന്ന പുള്ളിക്കാരൻ ഇങ്ങനെ നമ്മളോട് മാലകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഏതൊക്കെ മെറ്റീരിയലാണ്, എത്രയാണ് വില, ഇത് നല്ലതാണ്, അത് നല്ലതാണെന്നൊക്കെ കുറേ ഇങ്ങനെ നോക്കി. പിന്നെ ഏകദേശം എനിക്കും എൻ്റെ കൂട്ടുകാരിക്കും ഇഷ്ടപ്പെട്ടത് നോക്കി 1-2 ഞങ്ങൾ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോയി അവിടെ കുറേ അപ്പം ആൾക്കാരെയൊക്കെ കണ്ടു, കുറേ പരിചയക്കാരെ, വല്ലപ്പോഴും കാണുന്നവരെ എല്ലാവരും എന്നെ ഇങ്ങനെ അത്ഭുതത്തോടൊക്കെ നോക്കി, ഉത്സവം കാണാൻ വന്നതാണോ എന്നൊക്കെയുള്ള മട്ടിൽ. പിന്നെ കുറച്ച് കുശലാന്വേഷണങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ ഇങ്ങനെ കുറച്ച് ദൂരം കൂടെ പോയി. അപ്പം ഈ അപ്പൂപ്പൻ്റെ അമ്പലം അങ്ങ് പാറമുകളിലായതുകൊണ്ട് എല്ലാവർക്കും എന്നും പോയി പാറമുകളിൽ കയറി തിരി വെക്കാനൊക്കെ വിളക്ക് കൊളുത്താനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് താഴെ ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു വിളക്ക് കാല് വെച്ചിട്ടുണ്ട്. അവിടെ അപ്പം എല്ലാ ദിവസവും ആൾക്കാർക്ക് വന്ന് തിരി വെക്കാം, വിളക്ക് കത്തിക്കാം. ഇഷ്ടമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും, വൈകുന്നേരങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും ഇഷ്ടമുള്ളവർക്ക് വന്ന് വിളക്ക് കത്തിക്കാം. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ആ വിളക്ക് കാല് കണ്ടു. അവിടെ അന്നേരം ആൾക്കാർ വിളക്ക് കൊളുത്താൻ വന്നിട്ടുണ്ടായിരുന്നു, അവരെയൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ ദാ ഐസ്ക്രീം. അപ്പോൾ ഉത്സവത്തിനൊക്കെ ഇറങ്ങിയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചില്ലെങ്കിൽ ഒരു രസമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ച് അവിടെ നിന്ന് കഴിച്ചു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഞാൻ ചെന്നപ്പം മുതൽ നോക്കിയിരുന്നൊരു കാര്യം, ബലൂൺ ഉണ്ടോയെന്നായിരുന്നു. ചെന്നപ്പോഴൊന്നും കണ്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ അതാ വരുന്നു ഒരു ബലൂൺകാരൻ. അപ്പോൾ പുള്ളിയെ വിളിച്ച് നിർത്തി എനിക്കിഷ്ടപ്പെട്ടൊരു ബലൂൺ വാങ്ങിച്ചു. ഉത്സവത്തിന് പോകുകയെന്ന് പറയുമ്പം തന്നെ ബലൂണാണ് ആദ്യം നമ്മുടെയൊക്കെ ഓർമ്മ വരുന്നത്. ഇപ്പം പക്ഷേ കുട്ടികളൊന്നും അങ്ങനെ ബലൂണൊന്നും വാങ്ങിക്കുന്നില്ലെന്ന് തോന്നുന്നു. അവിടെ ആ ബലൂൺകാരൻ്റെ അടുത്തെങ്ങും കൊച്ചു കുട്ടികളെ ഒന്നും കണ്ടതേ ഇല്ല. എന്നാലും ഞാനൊരു ബലൂൺ വാങ്ങി, അത് കൊണ്ടിങ്ങോട്ട് വന്നു. അപ്പോഴാണ് ചൂട് കപ്പലണ്ടി വറക്കുന്നത് കണ്ടു. അവിടെ നിന്ന് കുറച്ച് കപ്പലണ്ടി വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് സന്ധ്യയാകുന്നതിന് മുമ്പ് തിരിച്ച് വീട്ടിലെത്തണമല്ലോ. എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ട് വിടുക എന്നുള്ളൊരു ഉത്തരവാദിത്തം കൂടി എൻ്റെ കൂട്ടുകാരിക്കുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരാൻ വേണ്ടി റെഡിയായി. ഇങ്ങനെ ഞാനെൻ്റെ വണ്ടി തിരിച്ചിങ്ങനെ വരുമായിരുന്നു. അപ്പോഴീ ബലൂണിൻ്റെ നൂലുണ്ടല്ലോ എൻ്റെ ഈ വീൽചെയറിൻ്റെ ടയറിൽ കയറി ഉടക്കി. പിന്നെ ഞാനതൊന്ന് ഊരിയെടുക്കാൻ നോക്കി, പക്ഷേ അതങ്ങോട്ട് വരുന്നില്ല. പിന്നെ എൻ്റെ കൂട്ടുകാരി തന്നെ വന്ന് നൂല് ഉടക്കെടുത്ത് തന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബലൂണൊക്കെ പിടിച്ച് പതുക്കെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. നല്ല മനോഹരമായൊരു സന്ധ്യയായിരുന്നു. ഒരു രസമുണ്ടായിരുന്നു, ഒരു സന്തോഷമുണ്ടായിരുന്നു. അപ്പം താങ്ക് യു രഞ്ജി, എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൊണ്ടുപോയി തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടതിന്. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞ് ഉത്സവം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഉത്സവമൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു സന്തോഷം പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ.